ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മളൊരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്, തുണിയിൽ ചിത്രം വരയ്ക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് വലിയതായിട്ടൊന്നും അറിയില്ലെങ്കിലും കുറച്ച് അറിയണ മാതിരിയൊക്കെ ചെയ്തു. ആദ്യം ഞാൻ അവക്കേടോക്കി കൊടുക്കാനാണ് ഒരു യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കുനിപ്പായിട്ടുള്ള മൊന നമ്മൾ എടുത്താൽ നല്ല നീറ്റിൽ കിട്ടും. അപ്പോൾ നമ്മൾ കുനിപ്പായിട്ടുള്ള മൊന വെച്ചിട്ട് ബോർഡർ കൊടുത്തു. ആ കളർ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. എനിക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും നല്ലത് എന്ന് പറയുന്നത് മറ്റേ പരന്നിട്ടുള്ള ഇതാണ് കേട്ടോ. പക്ഷെ ഞാനിതിൽ കുനിപ്പാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. പരന്നിട്ടുള്ളതാണ് ഏറ്റവും നല്ല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ള കളറ് കാണാതെ വെച്ചാൽ തുണി കാണാതെ നമ്മൾ പെയിൻ്റ് അടിക്കണം. ഇതാണ് അടിപൊളി. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ള കളറ് തുണി കാണാതെ നമ്മൾ അടിക്കണം. നമ്മൾ ഒറിജിനൽ കിട്ടാൻ വേണ്ടി അവിടെ വൈറ്റ് വെച്ചിട്ട് ഒരു വരിയും പിന്നെ ഒരു കൊത്തും കൊടുത്തു. പിന്നെ നമ്മൾ തണ്ടിനും കൊടുത്തു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓറഞ്ചാണ് കൊടുത്തു. ഓറഞ്ചാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ നിന്ന് വരച്ചതാണ്. അതുകൊണ്ട് എങ്ങനെയെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലോങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനിടാം. കാരണം അത് വരയ്ക്കുന്നതൊക്കെ കൂട്ടിയിട്ട് ഒരു ലോങ് വീഡിയോ ഞാനിടുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ബ്രൗണ് വൈറ്റും കൂടി ലൈറ്റ് ബ്രൗൺ ആട്ടോ, അതും കൂടി വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ പാത്രത്തിന് കൊടുക്കുന്നത്. എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ പാത്രത്തിന് എന്താണ് കൊടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് അതാണ് ഞാൻ കൊടുത്തത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ചാനലൊന്ന് പോയിരുന്നു, പിന്നെ അത് റിക്കവറി ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് ഇടുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തു. ഇതിന് ഞാൻ കുനിപ്പുള്ളതാണ് എടുത്തത്, കാരണം ഇത് കഴുകി എടുക്കേണ്ടത് കൊണ്ട് പരന്നത് എടുക്കണതാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ എടുത്തു. അത് ആ കളർക്ക് കൂടുതലായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ബോർഡറിലും പിന്നെ മറ്റേ നടുവിലുള്ളൊരു സ്ഥലത്തും കൊടുത്തു. അതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ ആ ലൈറ്റ് ബ്രൗൺ ആണ് കൊടുത്തു വന്നപ്പോൾ ഏകദേശം ഒരേ കളർ മാതിരിയായി. എന്നാലും കുഴപ്പമില്ല, രസമുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ ഞാൻ ഒറിജിനലിന് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതൊരു ബൈ. ഇനി വരുന്ന ദിവസങ്ങൾ വീഡിയോസ് കാണുന്നതാണ്.